ഗ്ലോബൽ മാർക്കറ്റ് മിക്സഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനിടയിലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുകയും ഇൻഡെക്സ് 1.5% ഇടിഞ്ഞ് 24,547 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിൽ അത്ര വലിയ ഇടിവ് പ്രകടമായിരുന്നില്ല. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.17%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 1%-അടുത്തും ഉയരുകയാണ് ചെയ്തത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ ദിവസം വന്ന 4% റാലിക്ക് ശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കുറഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 4%-ഓളം ഉയർന്നിരുന്നു. ഇത് ഒരു ഷോർട്ട് കവറിംഗ് റാലിയായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ 2,694 കോടിയുടെ ബൈയിങ് മാത്രമാണ് നടത്തിയത്. അതിനുശേഷം HNI+ റീറ്റെയിൽ സെക്ടറിലെ വാങ്ങൽ മാർക്കറ്റിലുണ്ടെങ്കിലും ഷോർട്ട് കവറിങ്ങിൻ്റെ പശ്ചാത്തലത്തിലാണ് മാർക്കറ്റ് ഉയർന്നത്. ആ ഷോർട്ട് കവറിങ്ങിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്തു. രണ്ടാമത്തേത്, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മോശമാകുന്നു എന്നുള്ളൊരു അപ്ഡേറ്റാണ്. പ്രത്യേകിച്ചും സ്റ്റീൽ, അലൂമിനിയം എന്നിവയുടെ ഇമ്പോർട്ടിന് മുകളിൽ അമേരിക്ക ചുമത്തിയ താരിഫ് ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അമേരിക്ക ചുമത്തിയ താരിഫിനെതിരെ ഒരു റിവെഞ്ച് താരിഫ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യ WDOA, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ സമീപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ മോശമാകാനുള്ള സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. കൂടാതെ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻ മെച്ചപ്പെട്ടതും ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേൺ തന്നെയാണ്. കാരണം US-ചൈന വ്യാപാര കരാർ ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും ഇന്ത്യയിൽ നിന്നും ചൈനീസ് മാർക്കറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഷോർട്ട് ടൈമിലെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. China+1 എന്ന സ്ട്രാറ്റജിയുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായി മാറുകയായിരുന്നു ഇന്ത്യ. അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസ് മോശമാവുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സ്കോപ്പ് ഉയർത്തുകയും ചെയ്യും. ഇന്ന് മാർക്കറ്റ് ഇടിഞ്ഞതിന് പിന്നിലെ മറ്റൊരു പ്രധാന ഘടകം ഇന്ത്യ-പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ്. ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിനു ശേഷം പാകിസ്ഥാൻ ഏതെങ്കിലും രീതിയിലുള്ള റിവെഞ്ച് ആക്ടിവിറ്റി നടത്തുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇടിഞ്ഞത്. കൂടാതെ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ഒഴിയുകയും ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ നിലനിന്നിരുന്ന പല അൺസർട്ടനിറ്റീസ് മാറുകയും ചെയ്ത സാഹചര്യത്തിൽ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കുന്ന ഫ്രഷ് ട്രിഗറുകളൊന്നും ഇല്ല എന്നതും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അപ്ഡേറ്റാണ്. 25,000 വരും സമയങ്ങളിലും ഒരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസായി പ്രവർത്തിക്കും എന്നുള്ള സൂചനയാണ് ഇന്നത്തെ ബിയറിഷ് ക്യാൻഡിൽ നൽകുന്നത്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ 25,000-ൽ നിന്നും പ്രൈസ് റിജക്ഷൻ വന്ന് ഒരു ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുകയും 24,593-അടുത്ത് മാർക്കറ്റ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,500 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. അതിനുശേഷം 24,400, 24,375 തുടങ്ങിയ ലെവലുകളാണ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. ഹയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 24,850, 25,000 തുടങ്ങിയ ലെവലുകളാണ് മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് ശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ 7%-ഓളം ഉയർന്നു. ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യ സ്വാശ്രയത്വം അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന തീം കൊണ്ടുവന്നതും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിലെ റാലിക്ക് പിന്നിലെ ഒരു പ്രധാന കാരണമാണ്. പ്രമുഖ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കിയാൽ ഭാരത് ഇലക്ട്രോണിക്സ് ഇന്ന് ഇൻട്രാഡേയിൽ 4.5% ഉയർന്ന് 337 രൂപയ്ക്ക് അടുത്തെത്തി. ഭാരത് ഡൈനാമിക്സ് 7.8% വർദ്ധിച്ച് 1,692-അടുത്തും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് 4% ഉയർന്ന് 4,617-ലും. സോളാർ ഇൻഡസ്ട്രീസ് 2.2% ഉയരുകയും മസഗോൺ ഡോക്ക് ഇന്ന് 4% ഉയർന്ന് 3,022-അടുത്തേക്ക് എത്തുകയും ചെയ്തു. മോത്തിലാൽ ഒസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ട് നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ വീണ്ടും ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മെയ്ഡ് ഇൻ ഇന്ത്യ തീമുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. BEL, ഭാരത് ഡൈനാമിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനുള്ള കാരണം തന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന സ്കീം തന്നെയാണ്. ഒട്ടുമിക്ക ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുടെയും ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കുകളുടെ അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്.
കൂടാതെ ആധുനിക യുദ്ധരംഗത്ത് ഇന്ത്യ അതിൻ്റെ കഴിവ് തെളിയിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആർമിയും എയർഫോഴ്സും നേവിയും ഒക്കെ കൂടുതൽ ഡിഫൻസ് എക്യുപ്മെൻറ്റുകൾ ഓർഡർ ചെയ്യാനുള്ള സാഹചര്യവും വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024 സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ ഡിഫൻസ് എക്യുപ്മെൻറ്റ് പ്രൊഡക്ഷൻ 1.27 ലക്ഷം കോടി എത്തിയിട്ടുണ്ട്. ഇത് 2014 ഏകദേശം 174% ഉയരുകയാണ്. കൂടാതെ ഡിഫൻസ് എക്യുപ്മെൻറ്റിൻ്റെ എക്സ്പോർട്ടിലും നമ്മൾ റെക്കോർഡ് നേടിക്കഴിഞ്ഞു. 21,083 കോടിയുടെ റെക്കോർഡാണ് 21,083 കോടി രൂപയുടെ എക്സ്പോർട്ടാണ് 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ നേടിയെടുത്തത്. ഇതൊക്കെ ഡിഫൻസ് സെക്ടറിൽ വരുന്ന വളർച്ചയെ സൂചിപ്പിക്കുന്ന പ്രധാന ഫാക്റ്റുകളാണ്. കൂടാതെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈൽ, ഡ്രോൺ എന്നിവയൊക്കെ ഇന്ത്യൻ ഡിഫൻസ് സെക്ടറിൻ്റെ നേട്ടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡിഫൻസ് സെക്ടറിലെ ക്വാളിറ്റി സ്റ്റോക്കുകളെയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ്. അതേസമയം ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളുടെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല. കാരണം പല സ്റ്റോക്കുകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള ബ്രേക്കൗട്ട് പാറ്റേൺ കാണാൻ സാധിക്കും. ഇത് ഒരു ബുള്ളിഷ് ട്രെൻഡ് വരാനുള്ള അല്ലെങ്കിൽ ബുള്ളിഷ് ട്രെൻഡ് നിലനിൽക്കാനുള്ള സൂചന നൽകുന്നുണ്ട്. 4700 മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയാണെങ്കിൽ 5055 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ റിസ്ക് റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെയും ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ അവിടെയും അപ്പ് സൈഡിലുള്ള അല്ലെങ്കിൽ അപ്പ് ട്രെൻഡിനുള്ള സാധ്യത കൂടുതലാണ്. 3100 മുകളിലുള്ള ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ 3350 എന്ന റേഞ്ചിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്റ്റോക്കുകളെല്ലാം ഷോർട്ട് ടൈമിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതുകൊണ്ട് റിസ്ക് ടു റിവാർഡ് റേഷ്യോ അത്ര ഫേവറബിൾ അല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പരിഗണിക്കണം.